ഹലോ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമുക്ക് എന്തായാലും ഇന്നൊരു ഗെയിം പ്ലേ തന്നെ കളിച്ച് നോക്കാം. നമ്മൾ ഡിവിഷൻ 4 തന്നെയാണ്. ഇപ്പം കഴിഞ്ഞ 2 കളി കളിച്ചതിൽ നമുക്ക് സമനില തന്നെയായിരുന്നു. ഇപ്പം എന്തായാലും നമുക്ക് ഈ കളി എങ്ങനെ മാക്സിമം ജയിക്കാൻ നോക്കണം. എന്തായാലും നമുക്കൊരു മാച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ആർക്കെങ്കിലും ഫ്രണ്ട്ലി മാച്ച് കളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരു ഫ്രണ്ട്ലി മാച്ചൊക്കെ കളിച്ചിരിക്കാം. എന്തായാലും നമുക്ക് ഓപ്പോണിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതുതന്നെ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക ചാനലിൽ. എന്തായാലും ഓപ്പോണന്റ് വന്നിട്ടുണ്ട് FC ഗോവ. സംഭവം കണ്ടിട്ട് ISL ടീമല്ലേ, അപ്പോൾ ഏതെങ്കിലും മലയാളിയാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്കൊന്ന് കളിച്ച് നോക്കാം. പിന്നെ നമുക്ക് നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ഫോമൊക്കെ നോക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം എല്ലാവരും നല്ല ഫോമൊക്കെയാണ്. എന്തായാലും നമുക്ക് ആരെയും മാറ്റേണ്ട ആവശ്യമില്ല. അതുപോലെ നമുക്കിനി ഓപ്പോണൻറ്റും കൂടെ നോക്കാം. ഓപ്പോണൻറ്റ് നമ്മൾ നല്ല കിടിലൻ സ്ക്വാഡൊക്കെയാണ്. ഫോർലാൻഡ്, ബാറ്റിസ്റ്റുട്ട, ഡിബ്രൂയിന എല്ലാവരും ഉണ്ട്. നമുക്ക് മാക്സിമം നോക്കാം. നമുക്ക് എന്തായാലും മാച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എന്തായാലും ആരെയും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. സംഭവം ലോഡിങ് ആണ്. സംഭവം സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ പ്ലേയേഴ്സൊക്കെ ലൈനപ്പായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഫസ്റ്റ് തന്നെ ഓപ്പോണന്റ് വെച്ചാണ്. നമുക്ക് എന്തായാലും പ്രസ് ചെയ്യാം. എംബാപ്പെ ടു ഫോർലാൻഡ്, ടോറസ്, ഡേവിസ്, ബെക്കംബർ പ്രസ് ചെയ്ത് എടുക്ക്. നല്ലൊരു പാസ്. ഒരു ഗോൾ അടിച്ചു. എന്തായാലും സംഭവം നല്ല പാസ് ചെയ്ത് കളിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ 1-0 ലീഡിങ് ആണ്. എന്തായാലും നമുക്ക് നോക്കാം. ഡേവിസ് ടു ടോറസ്, ഡെൽപിയറോ, കുലിസോവ്സ്കി, എംബാപ്പെ, കുലിസോവ്സ്കി എടുത്തിട്ടുണ്ട്. കുലിസോവ്സ്കി ടു എംബാപ്പെ. നല്ല റണ്ണായിരുന്നു, പക്ഷെ കിട്ടിയില്ല. സ്കോൾസ് ടു ഡേവിസ് ടു നമുക്ക് കാർലോസിന് കൊടുക്കാം. കാർലോസ് ടു ഡെൽപിയറോ നമുക്ക് ഡേവിസ് ടു സ്കോൾസ്, ഡേവിസ്, ബെക്കംബർ, ഡേവിസ്. ഗോളായില്ല. എന്തായാലും നമ്മളെ പോസ്റ്റ് ബാർ നമ്മളെ രക്ഷിച്ചു. എന്തായാലും എംബാപ്പയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എംബാപ്പെ ടു ടോറസ്. അതിന് മുന്നേ ഡേവിസ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഡേവിസ് ടു എംബാപ്പെ ടു ടോറസ്. നല്ലൊരു ലോങ് ബോൾ കൊടുത്തിട്ടുണ്ട്. ടോറസ് കട്ടി അടിക്ക്. അടിച്ചു, ഗോളായി. യെസ്, ടോറസ്. ഈ ഒരു കോംബോ അടിപൊളിയാണ് കേട്ടോ. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. ടോറസും എംബാപ്പയും രണ്ടും നല്ല സ്പീഡി പ്ലേയേഴ്സ് കാരണം നമുക്ക് പെട്ടെന്ന് അറ്റാക്ക് ചെയ്ത് കളിക്കാൻ പറ്റും. എന്നാലും ടോറസ് എംബാപ്പെ. എന്നാലും നമുക്ക് പന്ത് കിട്ടുന്നില്ല. ടോറസ് പോയി. കോസ്റ്റക്കട്ട, ബെക്കംബർ ഗോള് പിടിച്ചു. മൈക്കൽ ടു കാർലോസ്. മിസ്സായി. രക്ഷപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ പറ്റും.
എന്തായാലും അവർക്കൊരു കോർണർ കിക്ക് കിട്ടിയിട്ടുണ്ട്. വേഗം അടിച്ചു ഒഴിവാക്കി. എന്ത് ലാഗ് അടിപ്പിക്കുന്നതാ. ഡെൽപിയറോ സ്കോൾസ് ക്രോസ് സ്മൈക്കിൾ പിടിച്ചിട്ടുണ്ട്. സ്മൈക്കിൾ ടു എംബാപ്പെ, എംബാപ്പെ ടു ടോറസ്, ടോറസ് ടു എന്തായാലും ഡേവിസ്, ബെക്കംബർ. അത് ഗോളായി. അവരുടെ പ്ലേയേഴ്സ് അടിപൊളിയാണ്. രണ്ടും നല്ല അടിപൊളി സാധനങ്ങളാണ്. ഫോർലാനും ബാറ്റിസ്റ്റിട്ട് രണ്ടും നല്ല കിക്കിംഗ് പവറുള്ള പ്ലേയേഴ്സാണ്. എന്തായാലും കോസ്റ്റക്കട്ട ടു ബെക്കംബർ ടു സ്കോൾസ് ടു നമുക്ക് ടോറസ് ടു ഡെൽപിയറോ നല്ലൊരു ടേൺ. ഡെൽപിയറോ മിസ്സായി. എന്തായാലും ഡേവിസ് അതും പോയി. ഇപ്പൊ ഒരു 3-1 ലീഡിങ് ആണ്. എന്തായാലും നമുക്ക് മാക്സിമം നമുക്ക് മുന്നെടുക്കണം. അവര് നമ്മൾ നല്ല ഫ്ലോ രീതിക്ക് കളിക്കുന്നുണ്ട്. അവരുടെ ഫ്ലോർ ലൈനും അടിപൊളിയാണ്. ബാറ്റിസ്റ്റിട്ടയും സീനാണ്. എന്തായാലും നമുക്ക് ബിൽഡപ്പ് ചെയ്ത് പതുക്കെ കളിച്ചു വെക്കാം. എന്തായാലും സ്കോൾസ് എന്തായാലും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്ലേയേഴ്സിനൊക്കെ ഒന്ന് മാറ്റാം. ഇനിയിപ്പോൾ 2 ഗോൾ അടിച്ച് തിരിച്ചു വരണ്ടേ, നമുക്ക് കംബാക്ക് നടത്തണ്ടേ. ഇപ്പം എന്തായാലും നമുക്ക് ഹാളൻഡ് ഇറക്കണം. ഹാളൻഡ് വരട്ടെ. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇപ്പം ആരിറക്കാനാണ്, വിനീനെയും കൂടെ ഇറക്കി നോക്കാം. സലേനെയും കൂടെ ഇറക്കാം. അവർക്കെന്ന് പറയുമ്പോൾ മിഡ് കളിക്കാൻ കുറേ ആൾക്കാരുണ്ട്. നമുക്കൊന്നും മിഡ് ആരും ഇല്ല. ഉള്ളത് ഫുള്ള് ബാക്കിലും അറ്റാക്കിങ്ങിലുമാണ്. അങ്ങനെ മിഡിലായപ്പോഴുള്ള സ്കോൾസും ഡേവിസും തന്നെ ഉള്ളൂ. അതിൽ സെക്കൻഡ് ഹാഫ് വന്നിട്ടുണ്ട്. എംബാപ്പെ ടു ഡേവിസ് ടു സ്കോൾസ് ടു പുയോൾ ടു കാർലോസ് ടു വിനി ടു എംബാപ്പെ ഡേവിസ് ടു സല ടു ഡേവിസ് ടു എംബാപ്പെ ഷൂട്ട് എംബാപ്പെ അടിച്ചിട്ടുണ്ട്. അതൊക്കെ എത്ര ഉള്ളൂ. ഇനി നമുക്ക് ഒരു ഗോളും കൂടെ മതി. നമുക്ക് ഡ്രോയെങ്കിലും മാക്സിമം പിടിക്കാൻ നോക്കണം. ഹാളൻഡ് അവർ മെല്ലെ ബാക്ക് കളിക്കാൻ തുടങ്ങി. എന്തായാലും സല മിസ്സായി. എന്തായാലും എംബാപ്പെ എടുക്ക് എംബാപ്പെ. ആര് പെഡ്രിയാണോ? നല്ല കളി കളിക്കുന്നുണ്ടല്ലോ. എംബാപ്പെ എടുത്തിട്ടുണ്ട്. എന്തായാലും വിനി ടു ഹാളൻഡ് ടു സല സ്കോൾസ്. ഹാളൻഡ് എടുക്ക്. ഇവിടെ സ്കോൾസ് മാർക്ക് പാസ്. സ്കോൾസ് ഹാളൻഡ് കോസ്റ്റക്കട്ട കിട്ടി ടു വിനി ടു നമുക്ക് സ്കോൾസ് എടുക്ക സ്കോൾസ് എടുക്ക. സ്കോൾസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഹാളൻഡ് നേരെ നമുക്ക് സലക്കോ അതിന് പിന്നെ ബ്ലോക്ക് കിട്ടി. ഡേവിസ് നമുക്ക് ഹാളൻഡ് എടുത്തിട്ടുണ്ട്. ഹാളൻഡ് ടു സല ടു എംബാപ്പെ. എവിടെ ഡേവിസ് എടുക്ക്. ഡേവിസ് ടു എംബാപ്പെ ടു വിനി ടു അതും പോയി. എന്തായാലും പുയോൾ ടു കാർലോസ് ടു വിനി ടു നമുക്ക് എംബാപ്പെ കൊടുക്കാം. എംബാപ്പെ ടു സ്കോൾസ്. നല്ല രീതിക്ക് ഒന്ന് ബിൽഡപ്പ് ചെയ്ത് തരുമ്പോഴത്തേക്ക് പോയി.
എംബാപ്പെ ടു വിനി ടു കാർലോസിന്റെ ഒരു ക്രോസ് കൊടുത്തോക്കാം. ഓ കറക്റ്റ് ആയില്ല. എന്തായാലും നമുക്ക് പുയോൾ എടുത്തിട്ടുണ്ട്. പുയോൾ ടു സ്കോൾസ് ടു നമുക്ക് സലയ്ക്ക് കൊടുക്കാൻ. സലയുടെ ഒരു കർവ് പഠിപ്പിച്ച് വെക്കാം. ഓ അടിപൊളി. എന്തായാലും ഡേവിസ് മാർക്ക് ചെയ്യേ. ഡേവിസ് ഇങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എന്തായാലും മിനി ടു എംബാപ്പെ. സലക്ക് കിട്ടിയിട്ടുണ്ട്. സല ടു കോസ്റ്റക്കട്ട എടുക്കുക. അത് ഔട്ടായിട്ടുണ്ട്. എന്തായാലും 86 മിനിറ്റ്. എന്തായാലും നമുക്ക് ഒരു ഗോൾ അടിക്കണം എങ്ങനെയൊക്കെ. എംബാപ്പെ ടു വിനി. യെസ്, വിനി അടിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ 3-3 ഡ്രോ പിടിച്ചിട്ടുണ്ട്. ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം. നമുക്ക് മാക്സിമം ഒരു ഗോൾ അടിച്ച് വിന്നെടുക്കാൻ നോക്കണം. എംബാപ്പെ, ഡേവിസ്, സ്കോൾസ് കോസ്റ്റക്കട്ട ടു. എന്തായാലും മാച്ച് എൻ്റെ ആയിട്ടുണ്ട് 3-3. ഇതും നമുക്ക് ഡ്രോ തന്നെയാണ്. സംഭവം നമ്മളൊരു കംബാക്ക് എന്ന് തന്നെ പറയാം. എന്തായാലും എല്ലാവരും എങ്ങനെയുണ്ട് പറയുക. അതുപോലെ തന്നെ ലൈക്കൊക്കെ ചെയ്യുക. നമുക്ക് പ്ലെയർ റേറ്റിങ്ങിൽ നമ്മുടെ കിടക്കുന്നത് ആരാ നോക്കാം.